ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഷിഫൂസ് കിച്ചൻ ടൂറിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മെക്രോണിയുടെ റെസിപ്പി ആയിട്ടാണ്. നമ്മൾ ഈ മെക്രോണി റെഡിയാക്കുന്നത് നമ്മൾ ബിരിയാണിയുടെ അതേ ടേസ്റ്റിലാണ് നമ്മുടെ മെക്രോണി റെഡിയാക്കിയെടുക്കുന്നത്. നമുക്ക് സിമ്പിളായിട്ട് തന്നെ റെഡിയാക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി തന്നെയാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പം നമുക്ക് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയുടെ അതേ രുചിയിലുള്ള നമ്മുടെ മെക്രോണി എങ്ങനെ റെഡിയാക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാനിപ്പോൾ ഗ്യാസിൽ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മുടെ മെക്രോണി ഒന്ന് വേവിച്ചെടുക്കാം. അപ്പം ഇനി നമുക്ക് ഈ വെള്ളത്തിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 1.5 സ്പൂണ് ഓയിൽ ചേർത്ത് കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിത് തിളച്ചിട്ട് വരുമ്പോൾ നമുക്ക് നമ്മുടെ മെക്രോണി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഈ ഓയിൽ ചേർത്ത് കൊടുത്താൽ ഇത് തമ്മിൽ ഒട്ടി പിടിക്കൂല, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓയിൽ ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഒരു 1.5 കപ്പ് മെക്രോണിയാണ് ഇവിടെ റെഡിയാക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ മെക്രോണി നമ്മുടെ വെള്ളം ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നല്ലതുപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിത് നല്ലതുപോലെ തന്നെ ഒന്ന് വേവിച്ചെടുക്കാം. നമുക്ക് അടച്ച് വെച്ചിട്ട് ഇത് വെന്ത് വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കി നമുക്കൊന്ന് ഇളക്കി കൊടുക്കുക. അത് നിങ്ങൾ മറന്നു പോകരുത്. ഇപ്പം നമ്മുടെ മെക്രോണിയൊക്കെ ഇവിടെ നല്ലതുപോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്പൂണോ ഫോർക്കോ വെച്ചിട്ട് ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കിയാൽ നല്ലതുപോലെ വെന്തിട്ടുണ്ടെങ്കിൽ അത് കട്ടായിട്ട് വരും. അങ്ങനെ നോക്കിയാൽ മതി. ഇതിപ്പോൾ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഊറ്റിയെടുക്കാം. അപ്പോൾ ഞാൻ വീണ്ടും ഗ്യാസിൽ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടി ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 3 സ്പൂണ് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഒരു 3 സ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. കൂടുതൽ എണ്ണ ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഞാനത് ചിക്കനാണ് എടുത്തിട്ടുള്ളത്, എല്ലില്ലാത്ത പീസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ചിക്കനിൽ ഞാൻ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഉപ്പും കൂടെ ചേർത്തിട്ട് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ള ചിക്കനാണ്. എല്ലില്ലാത്ത പീസ് ചിക്കൻ തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഇനി നമുക്കിത് കുറച്ച് എണ്ണയിൽ തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ചെറിയ ചെറിയ പീസാക്കിയിട്ടാണല്ലോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് തീ സിമ്മിലിട്ട് കൊടുത്തിട്ട് നമുക്കിത് നല്ലതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ ആ ചിക്കനിലുള്ള വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വന്നിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ആയിട്ട് വരും. അപ്പോൾ കൂടുതൽ എണ്ണ ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക്. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഇതുപോലെ നല്ലതുപോലെ തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റിയെടുക്കാം. ഇനി നമ്മൾ ഈ സെയിം ചട്ടിയിൽ തന്നെയാണ് നമ്മൾ ബാക്കിയുള്ളതും കൂടെ റെഡിയാക്കുന്നത്. അപ്പോൾ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തതിൽ എണ്ണ ബാക്കിയുണ്ടെങ്കിൽ ആ എണ്ണ തന്നെ എടുത്താൽ മതി. ഞാനിപ്പോൾ ഇതിൽ എണ്ണ ബാക്കിയില്ലാത്തതുകൊണ്ടാണ് ഒരു 3 സ്പൂണ് സൺഫ്ലവർ ഓയിൽ തന്നെയാണ് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ഒരു വലിയുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നല്ലതുപോലെ തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതൊന്ന് വഴറ്റി വരാൻ വേണ്ടിയിട്ട് തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നല്ലതുപോലെ തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതൊന്ന് നല്ലതുപോലെ തന്നെ ഒന്ന് വഴറ്റിയിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നല്ലതുപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 സ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് പച്ചമണം പോകുന്നത് വരെ നല്ലതുപോലെ തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം. നമ്മളിതിലേക്ക് കൂടുതൽ മസാലകളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി നമുക്കിതിലേക്ക് 1.5 സ്പൂണ് ബിരിയാണി മസാലയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ബിരിയാണിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന മസാല തന്നെയാണ്. ഒരു 1.5 സ്പൂണ് ബിരിയാണി മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നല്ലതുപോലെ തന്നെ ഇതിൻ്റെ പച്ചമണം പോകുന്നത് വരെ നല്ലതുപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം.
ഇനി നമുക്കിതിലേക്ക് ഒരു 2 സ്പൂണ് തൈരും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ സാധാ തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്, പുളിയുള്ള തൈര് തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 സ്പൂണ് ടൊമാറ്റോ കെച്ചപ്പാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് 1 സ്പൂണ് സോയാ സോസും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നല്ലതുപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, സോയാ സോസിൽ ഉപ്പുള്ളതാണ്. പിന്നെ മെക്രോണി വേവിച്ചെടുത്തപ്പോൾ നമ്മൾ അതിലേക്കുള്ള ഉപ്പ് അതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ കൂടി പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നല്ലതുപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് തിളച്ചിട്ട് വരുമ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വീണ്ടും നല്ലതുപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്തൊക്കെ തീ ഒരു മീഡിയത്തിലിട്ട് കൊടുത്താൽ മതി. ഇനി നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ള മെക്രോണിയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിൻ്റെ മുകളിലൂടെ കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കുക. അതിപ്പോൾ വീട്ടിലുണ്ടായ മല്ലിയിലയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. എൻ്റെ അടുത്ത് കുറച്ചുള്ളൂ. നിങ്ങളടുത്ത് കുറച്ചും കൂടെ കൂടുതലുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കുക. മല്ലിയില ചേർത്ത് കൊടുക്കുമ്പോൾ ഇത് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ചായതുകൊണ്ടാണ് കുറച്ച് ചേർത്ത് കൊടുത്തത്. ഇനി നമുക്ക് വീണ്ടും നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മെക്രോണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു ടേസ്റ്റാണത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് വിളമ്പിയിട്ട് നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, അത്രയും ടേസ്റ്റാണ്. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ വേറൊരു വീഡിയോസായിട്ട് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.